ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലിംസസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന CBSEയുടെ 10th ക്ലാസ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ചാപ്റ്റർ ആണ്. അതിലെ 3 പാർട്സ് ആണല്ലേ ഉള്ളത്. ഒന്നാമത്തെ പാർട്ട് എ ബേക്കർ ഫ്രം ഗോവ, രണ്ടാമത്തെ പാർട്ട് കൂർഗ്, തേർഡ് പാർട്ട് ഈസ് ടീ ഫ്രം അസം. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയില് ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം അല്ലെ. എ ബേക്കർ ഫ്രം ഗോവ. ഇതിന്റെ ഓതർ ആരാണ്? ലൂഷ്യോ റോഡ്രിഗ്സ് ആണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം അല്ലെ. എ ബേക്കർ ഫ്രം ഗോവ. This is a pen portrait of a traditional grown village baker who still has an important place in his society. ഇതെന്ന് പറയുന്നത് ഒരു പെൻ പോർട്രേറ്റ് ആണ്. അതൊരു ട്രഡീഷണൽ ഗോവൻ വില്ലേജിലെ ഒരു ബേക്കറിനെ കുറിച്ചുള്ളതാണ്. ആരാണ് ബേക്കർ? ബ്രെഡ്, കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരെയാണ് നമ്മൾ ബേക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേക്കർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഹൂ സ്റ്റിൽ ഹാസ് ആൻ ഇമ്പോർട്ടന്റ് പ്ലേസസ് ഇൻ സൊസൈറ്റി എന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് ഇന്നും സമൂഹത്തില്, ഈ ബേക്കേഴ്സിന് ഇന്നും സമൂഹത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് കാണിക്കുന്നു. ആ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് ഇത് ഗോവയില് ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത് ആരാണെന്ന് അറിയാമോ? പോർട്ടുഗീസുകാരാണ് ആദ്യമായി ഇത് ഗോവയിൽ കൊണ്ടുവന്നത്. അവരൊക്കെ കടന്നുപോയി. അതിനുശേഷം അപ്പോൾ നമ്മുടെ ഗോവയിലുള്ള അല്ലെങ്കിൽ അവിടെ ബേക്കേഴ്സ് ആയിട്ടുള്ളവർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് പഴയ ഒത്തിരി വർഷം മുമ്പ് എഴുതിയ ഒരു ലെസൺ ആണല്ലോ. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന ബേക്കേഴ്സ് ഒക്കെ പോയി ഇനി അവരുടെ തലമുറകളെ, നെക്സ്റ്റ് ജനറേഷനിൽ പെട്ട ആൾക്കാരൊക്കെ ഇപ്പോഴും അതെന്ത് ചെയ്യുന്നു? അവരുടെ ആ വർക്ക് തുടരുന്നുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് അന്നുണ്ടായിരുന്ന ആ സ്ഥാനം, ആ ഒരു എന്താണ്, ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, ഇന്നും അവരുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്റർ തുടങ്ങിയാലോ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ ഗ്ലിംസസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് CBSEയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചാപ്റ്ററുകളിൽ ഒന്നാണ്. ഒരിക്കലും ഈ ചാപ്റ്ററിനെ നമ്മൾ ഉപേക്ഷയായിട്ട് വിചാരിക്കാതെ ഇതിൽ നിന്നും വരാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടെത്തുകയും അതുപോലെ തന്നെ ആൻസേഴ്സ് ഒക്കെ പഠിക്കുവാനും ശ്രമിക്കുക. ഇതിപ്പോ നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. അതെല്ലാം മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതുമായിരിക്കാം. പക്ഷെങ്കിൽ എപ്പോഴും നിങ്ങൾ റിമൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 ചാപ്റ്ററിലുള്ള വരാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്റർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പൊ എ ബേക്കർ ഫ്രം ഗോവ സ്റ്റാർട്ടിങ്. Our elders are often heard reminiscing nostalgically about those good old Portuguese days. അപ്പൊ our elders are often, അപ്പൊ ഇതിന്റെ ഓതറിന്റെ കുട്ടിക്കാലത്തെ അത് ഓർമ്മയിൽ വരുന്നു. അപ്പൊ ഓതറിന്റെ കുട്ടിക്കാലത്തൊക്കെ അവരിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ബേക്കേഴ്സ് വരുന്നതൊക്കെ ഓർക്കുന്ന കേട്ടോ. അപ്പൊ അവർ എൽഡേഴ്സ്, അപ്പം ഓതർ പറയണം, അവർ എൽഡേഴ്സ് ഓഫൺ ഹേർഡ് റിമിനിസിംഗ് നൊസ്റ്റാൾജിക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്കിങ് ഫോൺലി ഓഫ് ദ പാസ്റ്റ്. നൊസ്റ്റാൾജിയ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലേ, നമ്മൾ പഴയ കാലത്തെ കുറിച്ചുള്ള നമ്മുടെ സ്വീറ്റ് മെമ്മറീസ് ഒക്കെയാണ് അല്ലെ. അപ്പൊ അതിലിങ്ങനെ എന്താണ് ഭയങ്കരമായിട്ട് ലയിച്ച് അവര് ചിന്തിച്ചിരുന്നു പോകുന്ന ഒരു വിഷയമാണ് എന്ത്? എബൌട്ട് ദോസ് ഗുഡ് ഓൾഡ് പോർട്ടുഗീസ് ഡേയ്സ്. ആ പോർട്ടുഗീസുകാർ ഇവിടെ ഉള്ളപ്പോഴുള്ള ആ ഒരു നല്ല കാലത്തെ കുറിച്ച് ഇവരെപ്പോഴും ഓർക്കാറുണ്ട്. ദ പോർട്ടുഗീസ് ആൻഡ് ദർ ഫേമസ് ലോസ് ഓഫ് ബ്രെഡ് എന്ന് വെച്ചാൽ പോർട്ടുഗീസുകാരെ മാത്രമല്ല അവരുടെ ആ ഫേമസ് ആയിട്ടുള്ള ലോസ് ഓഫ് ബ്രെഡ് എന്ന് വെച്ചാൽ ആ പ്രത്യേകതരം ഒരു ബ്രെഡ് അവരുണ്ടാക്കുമായിരുന്നു അല്ലെ. അപ്പൊ ലോസ് ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള ബ്രെഡ് ആണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അന്ന് വളരെ ഫേമസ് ആയിട്ടുള്ളതും ആണ്. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും പോർട്ടുഗീസുകാരെ ഓർമ്മിക്കാൻ കാരണം ഈ പ്രത്യേക എന്താണ് ആ ബ്രെഡ് ആണ്. Those eaters or laws might have vanished, but
the makers are still there എന്ന് വെച്ചാൽ those eaters are lost. അപ്പൊ ആ ലോസിന്റെ ആൾക്കാര് എന്ന് വെച്ചാൽ ആ പോർട്ടുഗീസുകാരൊക്കെ ഇവിടുന്ന് പോയി വാനിഷായി പോയി. but the makers are still there. but അത് ഉണ്ടാക്കിയവര് ഇന്നും അവിടെയുണ്ട്. അപ്പൊ ഉണ്ടാക്കിയവരെന്ന് പറഞ്ഞാൽ ആ സെയിം പേഴ്സൺസ് എല്ലാം ആ ഫാമിലിയിൽപ്പെട്ട അവരുടെ ജനറേഷനിൽപ്പെട്ട ആൾക്കാരൊക്കെ ഒരു കുലത്തൊഴിൽ പോലെ അവരെന്ത് ചെയ്യുന്നു, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. we still have amongst us the mixers. ഇന്നും ഞങ്ങൾക്ക് അതിന്റെ മിക്സേഴ്സ് ഉണ്ട്. എന്താണ്, അതിന്റെ കൂട്ടുകളുണ്ട്. the molders and those who bake the laws. അപ്പൊ മോൾഡേഴ്സ്, മോൾഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ കേക്ക് മോൾഡ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ അങ്ങനെ ഉള്ളവരൊക്കെ ഇന്നും ഉണ്ട് അവിടെ. those aged, ആ പഴയ കാലഘട്ടത്തിൽ ടൈം ടെസ്റ്റഡ് ഫർണേസസ് സ്റ്റിൽ എക്സിസ്റ്റ്. അന്നത്തെ കാലഘട്ടത്തിലുള്ള ഫർണേസസ്, അപ്പൊ അവര് ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച എന്താണ് ചെറിയ ഫാക്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ ഇന്നും നിലവിലുണ്ട്. the fire in the furnaces has not yet been extinguished. ഇന്നും അവിടുത്തെ തീ അണഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ അവിടെ ഇന്നും ഈ വർക്ക് നടക്കുന്നുണ്ടെന്ന് അർത്ഥം. the thud and the jingle of the traditional baker's bamboo heralding his arrival in the morning can still be heard in some places. എന്ന് വെച്ചാൽ the thud and the jingle of the traditional baker's bamboo. അപ്പൊ നമുക്ക് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ, നിങ്ങളുടെ ചെറുപ്പത്തിലുണ്ടോ എന്നറിയില്ല, പണ്ട് നമ്മുടെയൊക്കെ നാട്ടുപുറങ്ങളിലൊക്കെ എന്തായിരുന്നു ഈ ഐസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അവരുടെ ഒരു ഒരു ബെല്ലുണ്ട്, എന്ന് വെച്ചാൽ ഒരു ഹോൺ സൗണ്ട് ഉണ്ട്, ഒരു പ്രത്യേകതര സൗണ്ട് പുറപ്പെടുവിക്കും. കുട്ടികളെല്ലാം കൂടെ ഓടി ചെല്ലുന്നത് ഐസ് വാങ്ങിക്കാൻ 1 രൂപ 2 രൂപ അങ്ങനെ ഉള്ള ഐസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ഓടി ചെല്ലുന്ന കാര്യം ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ. അപ്പൊ അതുപോലെ തന്നെ ഇവരും ആ കാലഘട്ടത്തില് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവർക്കറിയാം ആര് വരുന്നുണ്ട്, ബേക്കർ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ തഡ് ആൻഡ് ജിങ്കിൾ എന്ന് വെച്ചാൽ അവരൊരു ബാംബൂ സ്റ്റിക്ക് ഉപയോഗിച്ചാണ് സൗണ്ട് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ അതിന്റെ സൗണ്ടിനെയാണ് തഡ് എന്ന് പറയുന്നത്, ജിങ്കിൾ സൗണ്ട് ഒക്കെ. ആ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ അത് ഉപയോഗിച്ച് അതാണ് കുട്ടികളെയൊക്കെ ആകർഷിപ്പിക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നത്. ഹെറാൾഡിങ് ഹിസ് അറൈവൽ ഇൻ ദ മോർണിംഗിൽ. അപ്പോ ഹെറാൾഡിങ് എന്ന് വെച്ചാൽ അനൗൺസിങ്. അപ്പൊ അത് അവരുടെ സൗണ്ട്, ആ സൗണ്ടിൽ കൂടിയാണ് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് അവർ അനൗൺസ് ചെയ്യുന്ന, അറിയിക്കുന്നത്. can still be heard in some places. അപ്പൊ ഇപ്പോഴും ആ സൗണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. okay, maybe the father is not alive but the son still carries on the family profession. okay, ഒരു പക്ഷേ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഫാദർ അല്ലെ, അവരുടെ പിതാക്കന്മാരൊന്നും ഇന്ന് ഇല്ലായിരിക്കാം, പക്ഷെങ്കിൽ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ, അവരുടെ മക്കളൊക്കെ ഇന്നും ഫാമിലി പ്രൊഫഷൻ ആയിട്ട് അത് പിന്തുടരുന്നുണ്ട്. these bakers are even today known as padder in Goa. അന്നും ഇന്നും അവരെ അറിയപ്പെടുന്നേ, ആ ബേക്കറിനെ അറിയപ്പെടുന്നത് പാഡർ എന്നാണ്. എന്ന് വെച്ചാൽ അത് പോർട്ടുഗീസുകാരുടെ അതേ പേര് തന്നെയാണ് ഇന്നും അവർ ഫോളോ ചെയ്യുന്നത്, വിളിക്കുന്നത്. ഡ്യൂറിങ് അവർ ചൈൽഡ്ഹുഡ് ഇൻ ഗോവ the baker used to be our friend, companion and guide. അപ്പൊ സ്ഥിരം അവരുടെ വീട്ടിൽ വരുന്ന ഒരാളാണല്ലോ, അതുകൊണ്ട് ഇവരുടെയൊക്കെ ഫ്രണ്ട് ആയിരുന്നു ആ ബേക്കർ. അവരുടെ ഏരിയയിൽ വരുന്ന ആ ബേക്കർ എന്ന് പറയുന്നത് ഇവരുടെ ഫ്രണ്ട് ആയിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരൻ, കമ്പാനിയൻ, അവരുടെ ഗൈഡ് ഒക്കെ ആയിരുന്നു. he used to come at least twice a day. ഒരു ദിവസം 2 നേരമൊക്കെ അയാള് വരുമായിരുന്നു. once when he set out in the morning on his selling round and then again when he returned after emptying his huge basket. അപ്പൊ ഒരു പ്രാവശ്യം രാവിലെ അയാൾ വരും, എന്നിട്ട് അവിടെ എല്ലാം കറങ്ങി അയാൾ ഇങ്ങനെ ചുറ്റുവട്ടം അത് കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, then again when he returned after emptying his huge basket. അപ്പം അയാളുടെ ബാസ്ക്കറ്റ്, വലിയ ബാസ്ക്കറ്റ് എന്ത് ചെയ്യും, എംപ്റ്റി ആയി തീരും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അയാൾ പിന്നെയും ഏതെങ്കിലും ഒരു സമയത്ത് അയാൾ വരും. the jingling thud of his bamboo woke us from the sleep and we ran to meet and greet him. okay, പല പ്രാവശ്യം 2 നേരം, ഒരു പ്രാവശ്യം പെട്ടെന്ന് ചിലപ്പം തീർന്നു പോകും. അപ്പൊ പെട്ടെന്ന് അയാൾ പോയിട്ട് പിന്നെ അടുത്ത ബാസ്ക്കറ്റുമായിട്ട് തിരിച്ചു വരും. പക്ഷെ ജിംഗ്ലിംഗ് തഡ് എന്ന് പറയുമ്പോ ആ ബാംബു കൊണ്ടുള്ള ഒരു മെറ്റാലിക് സൗണ്ട് ആണ്. അപ്പൊ ആ സൗണ്ട് കേൾക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ചാടി എഴുന്നേക്കുന്നത്. we ran to meet and greet him. ഞങ്ങൾ എന്നിട്ട് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഞങ്ങൾ എഴുന്നേറ്റിട്ട് അയാളെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് ഓടിപ്പോകുമായിരുന്നു. why was
it so? എന്തിനായിരുന്നത്? Was it for the love of the law? ആ ബ്രെഡിനോടുള്ള സ്നേഹം കൊണ്ടാണോ? Not at all. ഒരിക്കലുമല്ല. The laws were brought by some Paskin or Bastin. എന്ന് വെച്ചാൽ പാസ്കിൻ ഓർ ബാസ്റ്റിൻ എന്ന് അതൊക്കെ ശരിയായിട്ട് ഓർമ്മ വരുന്നില്ല. പാസ്കിൻ ബാസ്റ്റിൻ ആ ബേക്കറിന്റെ പേരാണ്. അതാരോ ആയിരുന്നു. ദ മെയ്ഡ് സെർവന്റ് ഓഫ് ദ ഹൗസ്. ഓക്കെ, വാട്ട് വി ലോങ് ഫോർ വേർ ദോസ് ബ്രെഡ് ബാംഗിൾസ് വിച്ച് വി ചോസ് കെയർഫുള്ളി. എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ബ്രെഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ബാംഗിളിന്റെ ഷേപ്പിലുള്ള എന്തായിരുന്നു? ബ്രെഡ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. ആ ബാംഗിളിന്റെ ഷേപ്പിലുള്ള ബ്രെഡ് തിരഞ്ഞെടുക്കുവാന് ഞങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. സംടൈംസ് ഇറ്റ് വാസ് സ്വീറ്റ് ബ്രെഡ് ഓർ സ്പെഷ്യൽ മേക്ക്. അപ്പൊ ചില സമയങ്ങളിൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റില് ബ്രെഡ് വരുമായിരുന്നു. ദ മേക്കർ മേഡ് ഹിസ് മ്യൂസിക്കൽ എൻട്രി ഓൺ ദ സീൻ വിത്ത് ദ ജങ് ജങ് സൗണ്ട് ഓഫ് ഹിസ് സ്പെഷ്യലി മേഡ് ബാംബൂ സ്റ്റാഫ്. അപ്പൊ ആ ബാംബൂ സ്റ്റാഫ് എന്ന് ബാംബൂ സ്റ്റിക്ക് കൊണ്ടുള്ള അയാൾ സ്പെഷ്യലായിട്ട് അവർക്ക് മാത്രം അറിയാവുന്ന ഉണ്ടാക്കുന്ന ഒരു സൗണ്ട് ആണ് അല്ലെ, ജങ് ജങ് എന്ന് പറഞ്ഞ ആ സൗണ്ട് ഒരു മ്യൂസിക്കൽ എൻട്രി ആണ്. അപ്പൊ അത് ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. അപ്പൊ അയാള് ആ സൗണ്ട് ഉപയോഗിച്ചാണ് എന്ത് ചെയ്തിരുന്നത്? ഞങ്ങളെല്ലാം വിളിച്ചു ഉണർത്തിയിരുന്നത്. ഞാൻ വരുന്നുണ്ടോ എന്നുള്ള അനൗൺസ്മെന്റ് ചെയ്തിരുന്നത്. വൺ ഹാൻഡ് സപ്പോർട്ടഡ് ദ ബാസ്കറ്റ് ഓൺ ഹിസ്. അപ്പൊ അയാൾ എങ്ങനെയാണ് വരുന്നത്? ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാസ്കറ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് വരും. ആൻഡ് അതർ ബാങ്ക് ദ ബാംബു ഓൺ ദ ഗ്രൗണ്ട്. എന്നിട്ട് രണ്ട് കൈയാണല്ലോ ഉള്ളത് അല്ലെ. അപ്പൊ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാസ്കറ്റ് പിടിക്കും, അപ്പൊ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. He would greet the lady of the house with good morning and then place his basket on the vertical bamboo. Okay, എന്നിട്ട് എന്ത് ചെയ്യും? അയാള് അവിടെയുള്ള ആദ്യം അമ്മമാരാണല്ലോ ആദ്യം എഴുന്നേക്കുന്നത് അല്ലെ. അപ്പൊ അമ്മമാരുടെ അടുത്തേക്ക് എന്ത് ചെയ്യും? അമ്മമാരിപ്പോ ഈ സൗണ്ട് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ആദ്യം അവരെ ഗ്രേറ്റ് ഒന്നും ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. എന്നിട്ട് അവരെ ബാസ്കറ്റ് ഇങ്ങനെ ആ വെർട്ടിക്കൽ ബാംബൂലൊക്കെ ഇങ്ങനെ താഴ്ത്തി വെക്കും. Wickets would be pushed aside with a mild rebuke. ഓക്കെ, എന്നിട്ട് ഞങ്ങളും പിള്ളേരെല്ലാം എന്ത് ചെയ്യും? ഞങ്ങൾ അപ്പോഴത്തേനും ഇങ്ങനെ സൗണ്ട് ഒക്കെ കേട്ട് ചാടി എഴുന്നേറ്റ് വരും. മൈൽഡ് റെബ്യൂക്ക് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ ഓഫ് ഡിസപ്രൂവൽ, എ സ്കോൾഡിങ് എന്ന് വെച്ചാൽ ഞങ്ങൾ വഴക്കുണ്ടാകാം. എന്തിന്? പുഷ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്തിനു വേണ്ടി? അവിടെ പെട്ടെന്ന് പോയി കാണാൻ വേണ്ടി. ആൻഡ് ദ ലോസ് വുഡ് ബി ഡെലിവേർഡ് ടു ദ സെർവന്റ്. ഞങ്ങളുടെ സെർവന്റിന്റെ എന്ത് ചെയ്യും? അത് ഡെലിവർ ചെയ്യുന്ന കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ബട്ട് വി വുഡ് നോട്ട് ഗീവ് അപ്പ്. ഞങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യും? ഈ അമ്മമാർ എന്ത് ചെയ്യും? പുഷ്ഡ് അസൈഡ് വിത്ത് എ മൈൽഡ് റിബ്യൂക്ക്. ആൻഡ് റിബ്യൂക്ക് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം സ്കോൾഡിങ് അല്ലെ. അമ്മ എന്ത് ചെയ്യും? വഴക്ക് പറയും. പെട്ടെന്ന് ചാടി അതിന് മുന്നിലേക്ക് വരുമ്പോഴത്തേന് പോകാന്ന് പറഞ്ഞ് അവരെ എന്താ പുഷ് ചെയ്യുമ്പോ എന്ത് ചെയ്യും? അവരുടെ മനസ്സോടെ അവരെ പുറകോട്ട് പോകും. ബട്ട് വി വുഡ് നോട്ട് ഗീവ്. എങ്കിലും ഞങ്ങൾ അതിനെ ഗീവ് അപ്പ് ചെയ്തില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൊണ്ടേ പറ്റുള്ളൂ അല്ലെ, അത്രയ്ക്ക് ഇഷ്ടമാണ്. വി വുഡ് ക്ലൈംബ് എ ബെഞ്ച് ഓർ ദ parapet and peep into the basket. ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഒരു ബെഞ്ചിന്റെ മുകളിൽ കയറും. ഞങ്ങൾക്ക് കാണാമല്ലോ അത് കാണാൻ വേണ്ടി. അല്ലെങ്കിൽ ഞങ്ങൾ പാരപ്പറ്റ് ഇല്ലേ, പാരപ്പറ്റിലോ അങ്ങനെ എന്നിട്ട് പീപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കും. into the ബാസ്കറ്റിലോട്ട് ഇങ്ങനെ നോക്കും. somehow I can still recall the typical fragrance of the loss. Okay, I can still ഇപ്പോഴും എനിക്ക് അതിന്റെ ഫ്രാഗ്രൻസ്, ആ ബ്രെഡിന്റെ മണം ഇപ്പോഴും എന്റെ മൂക്കിലുണ്ടെന്നാണ് പറയുന്നത് അല്ലെ. മറക്കാൻ പറ്റുന്നില്ല. ലോസ് ഫോർ ദ എൽഡേഴ്സ് ആൻഡ് ദ ബാംഗിൾസ് ഫോർ ദ ചിൽഡ്രൻ. അപ്പൊ ലോസ് എന്ന് പറയുന്നത് എന്താണ്? ആ വലിയൊരു ഒറ്റ പീസ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ആണ്. അത് എൽഡേഴ്സിന് പ്രായമുള്ളവർക്കുള്ളതാണ്. ആൻഡ് ബാംഗിൾസ് ഫോർ ദ ബാംഗിൾ ഷേപ്പിലുള്ളത് ആർക്കാണ്? കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ദെൻ വി ഡിഡ് നോട്ട് ഈവൻ കെയർ ടു ബ്രഷ് അവർ ടീത്ത്. ഒക്കെ അപ്പൊ രാവിലെ അല്ലേ ഇവര് ചാടി എഴുന്നേറ്റ് പോകുന്നത്. അപ്പൊ ചിലപ്പോഴോ ഇതിന്റെ സൗണ്ട് കേട്ടിട്ടായിരിക്കും ഞങ്ങള് എഴുന്നേക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാന്? ബ്രഷ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ബ്രഷ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്റെ മൗത്ത് വാഷ് ചെയ്തില്ല, വാഷ് ഓർ മൗത്ത് പ്രോപ്പർലി, അതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറേ ഇല്ല. ആൻഡ് വൈ ഷുഡ് വി? എന്തിനാണ് അതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഹൂ വുഡ് ടേക്ക് ദ ട്രബിൾ ഓഫ് പ്ലക്കിംഗ് ദ മാംഗോ ലീഫ് ഫോർ ദ ടൂത്ത് ബ്രഷ്? ഓക്കെ, നമ്മൾ ഇപ്പൊ ടൂത്ത് ബ്രഷ് എടുത്ത് പേസ്റ്റ് എടുത്ത് ഇപ്പൊ പല്ലൊക്കെ തേച്ചിക്ക് ആവശ്യമുണ്ടോ? നമുക്ക് അതിൽ എളുപ്പ വഴി എന്ന് പറഞ്ഞ ഒരു മാംഗോ ലീഫ് എടുത്തിട്ട് ഇങ്ങനെ ഒരു മാംഗോ ലീഫ് പ്ലക്ക് ചെയ്തിട്ട് പറിച്ചെടുത്തിട്ട് അതുകൊണ്ടൊന്ന് എന്താണ് ഊരച്ചാൽ മതി അല്ലെ. അപ്പൊ കാര്യം തീർന്നില്ലേ? And why was it
നെസസറി ആയിട്ടുള്ള ഇതിപ്പോ പല്ല് തേക്കുക, ബ്രഷ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. അന്ന് പണ്ട് കാലത്ത് അവർ ചിന്തിച്ചിരുന്ന കുട്ടികളായിരുന്നപ്പോ. ദ ടൈഗർ നെവർ ബ്രഷ്ഡ് ഹിസ് ടീത്ത്. നിങ്ങൾക്കറിയാം ടൈഗർ എപ്പോഴും മാംസം മാത്രം തിന്നുന്ന, അല്ലെ, മാംസം മാത്രം ഭക്ഷിക്കുന്ന ഈ ടൈഗർ ഒക്കെ ആണെങ്കിൽ പല്ല് തേക്കാറുണ്ട് രാവിലെ. അവര് കോൾഗേറ്റ്, ക്ലോസിപ്പ്, പെപ്സോഡന്റ് എന്തെങ്കിലും ബ്രാൻഡഡ് ഐറ്റംസ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഹെർബൽ ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്, എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ടോ, അസുഖങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെ നമ്മൾക്ക് തേക്കണമെന്ന് എന്താണ് ഇത്ര ആവശ്യം? ഹോട്ട് he could wash and clean up everything so nicely after all. ഓക്കെയോ? അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്താണ്, ഒരു ഗ്ലാസ് ചൂട് ചായ അങ്ങോട്ട് കുടിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ അതിൽ വാഷും ആകും, അതുപോലെ തന്നെ എന്താണ്, ജാംസ് ഒക്കെ അങ്ങ് പെട്ടെന്ന് ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ ബാക്ടീരിയ വിമുക്തമാകും, അല്ലെ? അപ്പൊ അത്ര ഇതിന്റെ കാര്യമൊക്കെ ഉള്ളൂ എന്ന് അവര് പണ്ട് കാലത്ത് ഒരു ഫലിത രൂപേണ ഇങ്ങനെ പറയാണ്, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കുമായിരുന്നു. പിന്നെ എന്താണ് പറയുന്നത്? മാരേജ് ഗിഫ്റ്റ്സ് ആർ മീനിങ്ലെസ് വിത്തൗട്ട് ദ സ്വീറ്റ് ബ്രെഡ് നോൺ ആസ് ദ ബോൾ, ജസ്റ്റ് ആസ് എ പാർട്ടി ഓർ എ ഫീസ്റ്റ് ലോസസ് ഇറ്റ്സ് ചാം വിത്തൗട്ട് ബ്രെഡ്. അപ്പൊ മാരേജ് ഗിഫ്റ്റ്, ഇപ്പൊ ഈ ബ്രെഡ് കൊണ്ടുള്ള ഒരൈറ്റം മാത്രമല്ല, പലതരത്തിലുള്ള സ്വീറ്റ് ഐറ്റംസ്, പല ഐറ്റംസ് ഉണ്ട്. അപ്പൊ മാരേജിനുള്ള ഗിഫ്റ്റ് ഇല്ലേ, അപ്പൊ മീനിങ്ലെസ് വിത്തൗട്ട് ദ സ്വീറ്റ്. അപ്പൊ നമ്മള് മാരേജസ് ഒക്കെ ഫംഗ്ഷനൊക്കെ ഉള്ളപ്പം ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അപ്പൊ ഈ ഒരു ഐറ്റം ഇല്ല എങ്കിൽ എന്താണ്, ആ മാരേജിനൊക്കെ കൊടുക്കുന്ന ആ ഐറ്റത്തിന്റെ പേരാണ് ബോൾ എന്ന് പറയുന്നത്. ഒരു സ്വീറ്റ് ബ്രെഡ് ആണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ആസ് എ പാർട്ടി ഓർ എ ഫീസ്റ്റ്, അല്ലെ, ഒരു പാർട്ടി അല്ലെ സദ്യ അല്ലെങ്കിൽ അല്ലെ ഫീസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഈ സ്വീറ്റ് ബ്രെഡ് ഇല്ല എങ്കിൽ അതെന്താണ്, അതിന്റെ ചാം നഷ്ടപ്പെടും, അതിന് ഭംഗിയെ നഷ്ടപ്പെടും. വിത്തൗട്ട് ബ്രെഡ്, ഓക്കെ, ഈ ബ്രെഡ് ഇല്ല എങ്കിൽ അതിനൊരു ഭംഗിയും ഇല്ലാതെയാവും എന്നാണ് പറയുന്നത്, അല്ലെ? മാരേജ് ഗിഫ്റ്റിന് എന്താണ്, ഈ സ്വീറ്റ് ബ്രെഡ് കമ്പൽസറി ആയിരുന്നു, അത്യാവശ്യമായിരുന്നു. നോട്ട് ഇനഫ് ക്യാൻ ബി സെഡ് ടു ഷോ ഹൗ ഇമ്പോർട്ടന്റ് എ ബേക്കർ ക്യാൻ ബി ഫോർ എ വില്ലേജ്. അപ്പൊ അതിനർത്ഥം എന്താണ്, ഒരു ചെറിയ ഫംഗ്ഷൻ വന്നാലും വലിയ ഫംഗ്ഷൻ വന്നാലും ഈ ഒരു സ്വീറ്റ് വേണം. ആരാ ഇത് ഉണ്ടാക്കുന്നത്? ഈ ബേക്കേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ വില്ലേജിൽ ഏത് കാര്യം വന്നാലും ഇവരില്ലാത്ത ഒരു കാര്യമില്ല. അപ്പൊ അവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു ഈ ബേക്കേഴ്സ് എന്ന് പറയുന്നത്. The lady of the house must prepare sandwich on the occasion of her daughter's engagement. അപ്പോഴത്തെ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും? സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പൊ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ബ്രെഡ് കൊണ്ടാണ്, അല്ലെ? അപ്പൊ അതിനാണെങ്കിൽ പോലും ബ്രെഡ് ആവശ്യമുണ്ട്. കേക്ക്സ് ആൻഡ് ബോളിനാസ് ആർ എ മസ്റ്റ് ഫോർ ക്രിസ്മസ് ആസ് വെൽ ആസ് അതർ ഫെസ്റ്റിവൽസ്. പിന്നെന്താണ്, അപ്പൊ നമ്മൾ പറഞ്ഞു മാരേജ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഈ സ്വീറ്റ് ബ്രെഡ് ബോൾ ആവശ്യമാണ്. പിന്നെ സാൻഡ്വിച്ച് ഒക്കെ അവര് എന്തായാലും ഉണ്ടാക്കും ഈ പ്രത്യേക ഒക്കേഷനുകളിൽ. അപ്പൊ അവർക്ക് ബ്രെഡ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാന്, അല്ലെങ്കിൽ ബോളിനാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തായാലും ബിസ്ക്കറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ അപ്പൊ എന്തിന്, അത് ഏത് സന്ദർഭത്തിലാണെന്ന് അറിയാമോ? ക്രിസ്തുമസ് പോലുള്ള ഫെസ്റ്റിവൽ ഒക്കെ വരുമ്പോൾ ഈ കേക്ക്, ബോളിനാസ് ഒക്കെ കമ്പൽസറി ആണ്. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ളതാണ്. അപ്പൊ ഏത് ഒക്കേഷൻ വന്നാലും ആരെ ആവശ്യമുണ്ടോ? ഈ ബേക്കറിനെ ആവശ്യമുണ്ട്. Thus the presence of the bakers furnace in the village is absolutely essential. അപ്പോൾ ഈ ബേക്കേഴ്സിന്റെ ഫർണേസ്, അവിടെ ഫാക്ടറി എന്ന് പറയുന്നത് വില്ലേജിലെ തികച്ചും എന്താണ്, എസെൻഷ്യൽ ആയിരുന്നു കേട്ടോ. The baker or bread seller of those days had a peculiar dress known as the kabai. അന്നത്തെ കാലത്ത് അവര് ധരിച്ചിരുന്ന ആ പ്രത്യേകതരം ഡ്രസ്സിന്റെ പേരാണ് കബായി എന്ന് പറയുന്നത്. പെക്യുലിയർ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്ത തരത്തിലുള്ള, കാരണം മറ്റുള്ളവർ ധരിക്കുന്ന രീതിയിലുള്ളതല്ല കേട്ടോ. ഇറ്റ് വാസ് എ സിംഗിൾ പീസ് ലോങ് ഫ്രോക്ക് റീച്ചിങ് ഡൗൺ ടു ദ നീ. അതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ പീസ് ആണ്. നമ്മളൊക്കെ കാണാറില്ലേ, ഒരു ഗൗൺ പോലെ, എന്താണ്, മോള് തൊട്ട് താഴെ വരെ കിടക്കുന്ന, എവിടെ വരെ, റീച്ചിങ് ടു ദ നീസ്, നമ്മുടെ മുട്ട് വരെ കിടക്കുന്ന ഒരു ലോങ് ഫ്രോക്ക് ആയിരുന്നു അവര് ധരിച്ചിരുന്നത്. In our childhood we saw bakers wearing a shirt and trousers which were shorter than full length, once and longer than half once. അപ്പൊ എന്റെയൊക്കെ ചൈൽഡ്ഹുഡിൽ എന്തായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുള്ള ബേക്കേഴ്സിന്റെ ഡ്രസ് എന്ന് പറയുന്നത് ഈ കബായി അല്ലായിരുന്നു. കബായി എന്താണെന്ന് മനസ്സിലായോ? എന്താണ് കബായി? സിംഗിൾ പീസ് ലോങ് ഫ്രോക്ക് റീച്ചിങ് ഡൗൺ ടു ദ നീസ്. അതായത് സിംഗിൾ പീസ് ആയിട്ടുള്ള ഒരു ലോങ് ഫ്രോക്ക് ആണ്, അത് നീസ് വരെയുള്ള. അപ്പൊ
പറയുന്നു, ഉദർ പറയുന്നു അവരുടെ ചെറുപ്പകാലത്ത് അവർ കണ്ടിരിക്കുന്ന വർക്കേഴ്സ് എന്ന് പറയുന്നത് ഈ ഡ്രസ് അല്ലായിരുന്നു, കബായി അല്ലായിരുന്നു കേട്ടോ. എന്താണ് അവരുടെ ഡ്രസ്സ്? ഷർട്ടും അതുപോലെ ട്രൗസർ ആയിരുന്നു. ട്രൗസർ എന്ന് പറഞ്ഞാൽ which were shorter than full length ones and longer than half pants. എന്ന് വെച്ചാൽ വളരെ ഭയങ്കര താഴെ വരെ കിടന്ന ഫുൾ ലെങ്തി ആയിട്ടുള്ള പാന്റുമല്ല, പാൻസും അല്ല, അതുപോലെ തന്നെ ഷോർട്സും അല്ല, പിന്നെന്താണ് 3/4 പോലെ മുട്ടിന്റെ കുറച്ച് താഴെയായിട്ട് കിടക്കുന്ന തരത്തിലുള്ള ട്രൗസർ ഒക്കെ ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്, ഷർട്ടും. ഈവൻ ടുഡേ anyone who wears a half pant which reaches just below the knees invites the comment that he is dressed like a padder. Okay, ഇന്നും നമ്മൾ സാധാരണ ഇപ്പം ബർമുഡ പോലുള്ള ഡ്രസ്സസ് ഒക്കെ ഉപയോഗിക്കും, ഹാഫ് പാന്റ് ഒക്കെ ഇടുന്നവരെ കണ്ടാൽ ഇന്നും ആൾക്കാർ കളിയാക്കി വിളിക്കാറുണ്ട്, പാഡർ പാഡർ എന്ന് വിളിക്കാറുണ്ട്. അവിടെ the baker usually collected his bills at the end of the month. ജസ്റ്റ് EMI സിസ്റ്റം പോലെ നമ്മുടെ വില്ലേജുകളിലൊക്കെ കാണാറില്ലേ, ക്ലോത്ത് അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങളൊക്കെ വിൽക്കാൻ വില്ലേജുകളിലൊക്കെ ആൾക്കാർ വരാറില്ലേ. അതുപോലെ പണ്ട് കാലത്തൊക്കെ നമ്മൾ കാണുമായിരുന്നു വരുന്നതൊക്കെ കേട്ടോ. പക്ഷെ ഇപ്പൊ അധികം നമ്മൾ കാണാറില്ല, കാരണം എല്ലാം എന്താണ് നമുക്ക് ഓൺലൈനൊക്കെ അവൈലബിൾ ആണല്ലോ. പക്ഷെ അന്ന് അവരുടെ വീക്കിലി വരുന്നവരുണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നല്ലേ EMI ഒക്കെ. അപ്പൊ മന്ത്ലി വരാറുണ്ട് ചിലരൊക്കെ അല്ലെ. അപ്പൊ ഈ ബേക്കറും അന്ന് അതുകൊണ്ടാണ് ദിവസം അവർ വാങ്ങിക്കുന്നത്, കാരണം ദിവസം പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവര് എന്താണ് മന്ത്ലി വൺസ് ആണ്, മാസത്തിൽ ഒരിക്കൽ മാത്രം അവർക്ക് പൈസ കൊടുത്താൽ മതി. മന്ത്ലി അക്കൗണ്ട്സ് യൂസ്ഡ് ടു ബി റിക്കോർഡഡ് ഓൺ സം വാൾ ഇൻ പെൻസിൽ. എങ്ങനെയായിരുന്നു പണ്ടത്തെ കാലമല്ലേ, പോർട്ടുഗീസുകാരൊക്കെ എപ്പോഴാ വന്നത് നമുക്കറിയല്ലേ. അപ്പൊ ആ കാലഘട്ടത്തിലുള്ളതാണ്. അപ്പൊ ഈ പെൻസിൽ കൊണ്ട് അവർ എന്ത് ചെയ്യും, അവരുടെ വാൾ അവരുടെ ഭിത്തിയിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് പോകും അവരുടെ കണക്ക്. അല്ലാതെ നോട്ട്ബുക്കിലോ ഇന്ന് നമുക്ക് മൊബൈലിൽ എല്ലാ സംവിധാനങ്ങളും ഇല്ലേ, അപ്പൊ അങ്ങനെ പ്രത്യേക കാർഡോ ഒന്നുമില്ല. അവര് ആ വോളിൽ എന്ത് ചെയ്യും, അവരുടെ ഭിത്തിയിൽ എഴുതി വെച്ചിട്ട് പോകത്തുള്ള പെൻസിൽ കൊണ്ട്. ബേക്കിംഗ് വാസ് ഇൻഡീഡ് എ പ്രോഫിറ്റബിൾ പ്രൊഫഷൻ ഇൻ ദ ഓൾഡ് ഡേ. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഏത് ഒക്കേഷൻ വന്നാലും മസ്റ്റ് ആയിരുന്നു ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് വരുമാനം ഉണ്ടല്ലേ, അതുകൊണ്ട് എന്താണ് അവരുടെ ഒരു പ്രോഫിറ്റ്, ഒരു ലാഭകരമായിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിരുന്നു ഇത്. ദ ബേക്കർ ആൻഡ് ഹിസ് ഫാമിലി നെവർ സ്റ്റാർവ്ഡ്. അവരുടെ ബേക്കറും ഫാമിലി ഒരിക്കലും പട്ടിണി കിടന്നിട്ടില്ല, സ്റ്റാർവ്ഡ് പട്ടിണി കിടന്നിട്ടില്ല. ഹിസ് ഫാമിലി ആൻഡ് ഹിസ് സെർവൻസ് ഓൾവേസ് ലുക്ഡ് ഹാപ്പി. അപ്പൊ ഈ മനുഷ്യനെ നോക്കിയാലും ഈ ബേക്കറിനെ നോക്കിയാലും അയാളുടെ ഭാര്യ, മക്കള്, അവരുടെ വീട്ടിലുള്ളവരെ ആരെ നോക്കിയാലും എല്ലാവരും എപ്പോഴും ഹാപ്പിയാണ്. എന്ന് വെച്ചാല് എന്താണ്, അവർക്ക് ഒന്നിനും ഒരു കുറവില്ല, അത്രയ്ക്ക് നല്ല വരുമാനം അവർക്ക് ഉണ്ട് ഈ പ്രൊഫഷനിൽ നിന്ന്. ഏത് പ്രൊഫഷനാ? ഈ ബേക്കിങ്ങിൽ നിന്ന്. പ്രോസ്പെററ്റ് എന്ന് വെച്ചാൽ സമ്പൽ സമൃദ്ധിയോടെ അവർ ജീവിക്കുന്നു എന്നൊക്കെ പറയാം അല്ലെ. their plum physique was an open testimony to this. പ്ലം ഫിസിക് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മെലിഞ്ഞിട്ടൊന്നും അവരുടെ വീടുകളിൽ ഇരിക്കുന്നത്. പ്ലം ഫിസിക് എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി എന്തായിരുന്നു, വളരെ തടിച്ച് ഉരുണ്ടിരിക്കുന്നവരായിരുന്നു അവരുടെ വീട്ടിലുള്ളവരെല്ലാം. ഓപ്പൺ ടെസ്റ്റിമണി, നമുക്ക് ശരിക്കും പറയാവുന്ന എന്താണ്, ഒരു സാക്ഷ്യം പോലെ, എന്താണ് പബ്ലിക് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എ ക്യാരക്ടർ ഓർ ക്വാളിറ്റി എന്നാണ് അതിനർത്ഥം. അപ്പൊ അവരെ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്കറിയത്തില്ലേ, നമ്മൾ പറയാറില്ല, ഓരോ മനുഷ്യനെ കണ്ടാൽ അറിയാം ഇത് വല്ലതും ഉള്ളടത്ത് ആണോ എന്നല്ലേ. ഉണ്ണിയെ കണ്ടാൽ ഊരിലെ പഞ്ഞറിയാന്നൊക്കെ പറയല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, അപ്പൊ ഒരാളെ കണ്ടാൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലിയിൽ ആരെ കണ്ടാലും നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാകും. അതുപോലെയാണ്. ഓക്കെ, ഈവൻ ടുഡേ എനി പേഴ്സൺ വിത്ത് എ ജാക്ക് ഫ്രൂട്ട് ലൈക്ക് എ ഫിസിക്കൽ അപ്പിയറൻസ് ഈസ് ഈസിലി കമ്പയർഡ് ടു എ ബേക്കർ. അപ്പൊ ഇന്നും അവിടേക്ക് എന്താണ്, ഒരു ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ നല്ല തടിച്ച മനുഷ്യരൊക്കെ കണ്ടാൽ ആൾക്കാർ വിളിക്കുന്നത് എന്താണ്, അവരെ ഒരു ബേക്കറുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ബേക്കർ ഫ്രം ഗോവ എന്നുള്ള ചാപ്റ്റർ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഇട്ടേക്കാം പിന്നീട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണണം, പഠിക്കണം കേട്ടോ. ഇവിടെ ഇപ്പോഴും ഓറൽ കോംപ്രിഹെൻഷൻ ചെക്ക് വന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്. വാട്ട് ഈസ് മസ്റ്റ് ആസ് മാരേജ് ഗിഫ്റ്റ്സ്. എന്തായിരുന്നു അവിടെ മസ്റ്റ് ആയിട്ടുള്ളത്? അവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ, സ്വീറ്റ് ബ്രെഡ് കോൾഡ്. എന്തായിരുന്നു ആ സ്വീറ്റ് ബ്രെഡിന് പറയുന്നത്? മാരേജ് ഗിഫ്റ്റിലൊക്കെ കമ്പൽസറി ആയിട്ടുള്ള സ്വീറ്റ് ബ്രെഡിന് എന്തായിരുന്നു പറയുന്നത്? ബോൾ എന്നായിരുന്നു പറയുന്നത് അല്ലെ. ഫോർ എ പാർട്ടി ഓർ എ ഫീസ്റ്റ്. പാർട്ടി ഓർ ഫീസ്റ്റ് ഒക്കെ വന്നാൽ എന്തായിരുന്നു അവർ ഉപയോഗിക്കുന്നത്? ബ്രെഡ്. ദെൻ ഫോർ എ ഡോട്ടേഴ്സ് എൻഗേജ്മെന്റ്, അവരുടെ മകളുടെ കല്യാണം ഒക്കെ എൻഗേജ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായിരുന്നു? സാൻഡ്വിച്ച്. അമ്മമാർ സാൻഡ്വിച്ച് ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലേ. പിന്നെ ഫോർ ക്രിസ്മസും അങ്ങനെയുള്ള ഒക്കേഷൻ ഒക്കെ വരുമ്പോൾ എന്തായിരുന്നു? കേക്ക്സ് ആൻഡ് ബോളിനാസ്. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അത് പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.